നമസ്കാരം. ഹെയർ കെയർ സീരീസിന്റെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോ പോറസ് ഹെയറിനെ കുറിച്ചാണ്. ഹെയറിന്റെ പോറോസിറ്റി ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യാതും എന്തൊക്കെയാണ് അത് അർത്ഥമാക്കുന്നതും ഒക്കെ നമ്മൾ 2ാമത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. കാരണം നമ്മൾ ഹെയറിന്റെ പോറോസിറ്റി ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ഹെയറിന്റെ പോറോസിറ്റി എത്രയാണെന്ന് അറിഞ്ഞാലാണ് നമുക്കത് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീഡിയം പോറസ് ഹെയറിനെ കുറിച്ചാണ്. മീഡിയം പോറസ് ഹെയർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു ഹെയറിന്റെ ഷാഫ്റ്റിന്റെ ക്യൂട്ടിക്കിളിൽ ഒരുപാട് ഓപ്പണിങ്സ് ഇല്ല, എന്നാൽ കുറച്ച് ഓപ്പണിങ്സ് ഉണ്ട്. വാട്ടർ, അതായത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനും റിട്ടൈൻ ചെയ്യാനും കഴിയുന്നത് കൊണ്ട് തന്നെ താരതമ്യേന ഹെൽത്തി ആയിട്ടുള്ള, മാനേജ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഹെയർ ടൈപ്പ് ആയിട്ടാണ് മീഡിയം പോറസ് ഹെയറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം ലോ പോറസ് ഹെയർ ഹെൽത്തി അല്ല എന്നല്ല, ലോ പോറസ് ഹെയറും ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ടൈപ്പ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ കുറച്ചും കൂടി ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ ഒരു മീഡിയം പോറസ് ഹെയർ ടൈപ്പ് ആണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഹെയർ ടൈപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം മീഡിയം ടൈപ്പ് ഹെയർ പൊതുവെ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. മീഡിയം പോറസ് ഹെയർ ഉള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ ഹെയർ വല്ലാണ്ട് അങ്ങോട്ട് ഒട്ടിക്കിടക്കുന്ന ടൈപ്പ് ഹെയർ ആയിരിക്കില്ല, കുറച്ചൊന്ന് വിട്ട് കിടക്കുന്ന നല്ല ഭംഗിയുള്ള ഹെയർ ടൈപ്പ് ആയിരിക്കും ഇവരുടേത്. പെട്ടെന്ന് കെട്ടുപിടിക്കുന്ന ടൈപ്പ് മുടി ആയിരിക്കില്ല, അതുപോലെ തന്നെ അത്യാവശ്യം ലെങ്ത് ഉള്ള ടൈപ്പ് മുടിയും ആയിരിക്കും. ഇപ്പോൾ ഇവരുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക പ്രൊഡക്റ്റുകളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. മറ്റ് രണ്ട് ഹെയർ ടൈപ്പിനെ അപേക്ഷിച്ച് അവരുടെ ഹെയർ ടൈപ്പിന് അനുസരിച്ചിട്ട് സൂട്ടബിൾ അല്ലാത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നെഗറ്റീവ് റിസൾട്ട് അല്ലെങ്കിൽ റിസൾട്ട് ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവും. ഹെയറിലൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യാനും റിട്ടേൺ ചെയ്യാനും കഴിയുന്നത് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ആയിരിക്കും ഇവർക്ക് മിക്ക പ്രൊഡക്റ്റുകളും യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. പക്ഷെ ഇവർ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെയറിന്റെ പൊറോസിറ്റി മാത്രം നോക്കിയിട്ടല്ല, മറ്റു കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക. ഇപ്പം ഹെൽത്തി ആയിട്ടുള്ള സ്കാൽപ്പാണ്, ഇപ്പൊ താരനോ ഹെയർ ഫോളോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് സാധാരണ വെളിച്ചെണ്ണ, പ്ലെയിൻ വെളിച്ചെണ്ണ യൂസ് ചെയ്താലും ഇവർക്ക് നല്ലതാണ്. ഹെയർ പാക്സ് ആണെങ്കിലും അങ്ങനെയാണ്. മറ്റ് ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ നീർവീഴ്ച പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക. ഇവരെ മുടിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോൺഷ്യസ് ആവേണ്ട ആവശ്യമില്ല. അവർ മുടി എല്ലാത്തിനോടും ഫിക്സ് ആവുന്ന ടൈപ്പ് ഹെയർ ആണ്. സോ മറ്റു കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഇവർ ഏതൊക്കെ ഓയിലോ അല്ലെങ്കിൽ ഹെയർ പാക്കോ യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. മീഡിയം പോറസ് ഹെയർ ഉള്ള ആളുകൾ വീക്ക്ലി ഒരു പ്രാവശ്യം തന്നെ എണ്ണ ഇട്ടാൽ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അത് മാത്രമല്ല, ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, എണ്ണ ഡെയിലി ഇടുന്നവരാണെങ്കിൽ മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളഞ്ഞാലും നല്ലതാണ്. ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെയറിന് ഡാമേജ് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യാം, കളർ ചെയ്യാം, ഡെയിലി നമ്മൾ തെർമൽ സ്റ്റൈലിംഗ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഒരുപാട് വെയിൽ കൊള്ളുക ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ഹെയർ ടൈപ്പ് ചിലപ്പോൾ ഹൈലി പോറസ് ആയിട്ട് മാറാം. ചൂടിനോടൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ലോ പോറസ് ഹെയറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇവർ ഹെയർ ടൈപ്പ് ഉള്ളവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഇവർക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മീഡിയം പോറസ് ഹെയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. നാളെ നമ്മൾ ഹൈലി പോറസ് ഹെയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.